ഗായ്സ്, ഞാൻ ഇന്ന് ACLSന് വേണ്ടി ഇവിടെ വന്നതാണ്. ഇതൊരു പഴയ ഹോസ്പിറ്റലാണ് കേട്ടോ. ഇവിടെയാണ് ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഓൺലൈനിൽ പൈസയൊക്കെ അടച്ചിട്ട് ഇവിടെ വരുമായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോഴേക്കും ഒരു വലിയ ഹാൾ നിറയെ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. പാൽസിനും BLSനും ACLSനും ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയാണെന്ന് ഞാൻ പറയാം കേട്ടോ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അഞ്ജു സ്പൈസ് ഗാർഡൻ. എൻ്റെ പേര് അഞ്ജു. ഞാനിപ്പോൾ ഉള്ളത് US ഫ്ലോറിഡ എന്ന് പറയുന്ന സ്റ്റേറ്റിലാണ് കേട്ടോ. നമ്മൾ ഒരുപാട് നഴ്സിംഗ് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അതൊക്കെ പോയി കാണുക. ആർക്കെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിന് ആവശ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലോ കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്ത് ക്വസ്റ്റ്യൻസും ഡൗട്ട്സും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ എല്ലാ കമൻറ്റ്സും റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ACLSനെ കുറിച്ചാണ്. നഴ്സസിന് എന്താണെങ്കിലും എല്ലാവർക്കും അറിയാമായിരിക്കും BLS, ACLS, പാൽസ് ഒക്കെ എന്താണെന്ന്. പാൽസിന് പീഡിയാട്രിക് ഹോസ്പിറ്റലൊക്കെയാണ് മോസ്റ്റ്ലി വേണ്ടത്. എൻ്റെ ഹോസ്പിറ്റലിന് വേണ്ട. BLS എല്ലായിടത്തും നിർബന്ധമാണ് കേട്ടോ. BLSൻ്റെ എക്സാം ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് പുറത്തൊന്നും ചെയ്യേണ്ടി വന്നില്ല. പക്ഷേ ACLS ഞാനിപ്പോൾ ഇത് പുറത്തുനിന്നാണ് ചെയ്തത്. നിങ്ങൾ ACLS ചെയ്യുമ്പോൾ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ഹാർട്ട് അസോസിയേഷനായിട്ട് വാലിഡ് ആയിട്ടുള്ള ഒരു സൈറ്റാണോ അല്ലെങ്കിൽ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണോ നിങ്ങൾ ACLS ചെയ്യുന്നതെന്ന് പ്രത്യേകം നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് ACLS എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു എക്സാം സ്ട്രക്ചർ, പിന്നെ അത് വളരെ ബേസിക് ആയിട്ട് ഒന്ന് നിങ്ങളുടെ അടുത്ത് പറയാമെന്ന് വിചാരിച്ചു. എൻ്റെ എക്സാം ഇന്നലെ ആയിരുന്നെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഒരു ഫ്രഷ്നെസ്സോടുകൂടി തന്നെ നിങ്ങളുടെ അടുത്ത് അത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ ഒരു വീഡിയോ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ACLSനെ കുറിച്ച് അത്ര ഇങ്ങനെ ഈവൻ നമ്മൾ വർക്ക് ചെയ്യുന്നെങ്കിലും ചിലപ്പോൾ നിങ്ങൾ എക്സാം എടുത്തിട്ടില്ലെങ്കിൽ ACLS എന്തൊക്കെ അറിഞ്ഞിരിക്കണം എന്ന ഒരു വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടുന്നതായിരിക്കും. എൻ്റെ എക്സാമിന് ഞാൻ ഒരു വാലിഡ് ആയിട്ടുള്ള സൈറ്റിൽ എൻ്റെ ഫ്രണ്ട്സും എൻ്റെ മാനേജറും അവരൊക്കെ ആ സൈറ്റിൽ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ചെയ്തിട്ടുണ്ട്. ഇതൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ല, എന്നാലും ഞാൻ പറയുമ്പോൾ അങ്ങനെ പറയുന്നുള്ളൂ. അപ്പം എനിക്ക് അവർക്കെല്ലാം അറിയാവുന്ന ഒരു സൈറ്റ് ആയതുകൊണ്ടാണ് ഞാനിതെടുത്തത്. അതുപോലെ അത് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷനായിട്ട് വാലിഡുമാണ്. സോ അവരെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ആദ്യം നമ്മൾ രജിസ്റ്റർ ചെയ്യാം. നമ്മൾ ഡേറ്റ് പിക്ക് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. എനിക്ക് ACLSന് മാത്രം $105 ആണ് ആയത്. നമ്മൾ പൈസ കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. ചില ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ചില നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് അവർ റീഇംബേഴ്സ് ചെയ്യും. എനിക്ക് ഹോസ്പിറ്റലിൽ ആക്ച്വലി റീഇംബേഴ്സ് ചെയ്യുമായിരുന്നു, പക്ഷേ എനിക്ക് അവരുടെ ഡേറ്റിന് എക്സാം എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ പുറത്തുനിന്ന് പൈസ കൊടുത്ത് എടുക്കേണ്ടി വന്നു. എപ്പോഴും ACLSനും BLSനും ഒക്കെ മോസ്റ്റ്ലി എനിക്ക് തോന്നുന്നത് 2 years വാലിഡ് ആയിരിക്കും കേട്ടോ, എക്സ്പയറി ആയിരിക്കും. സോ എൻ്റെ ഇന്നലത്തെ ആ ഒരു സ്ട്രക്ചർ എങ്ങനെയായിരുന്നെന്ന് ചോദിച്ചാൽ അവർ കുറച്ച് കോഴ്സ് മെറ്റീരിയൽ തരും. അത് നമുക്ക് പ്രിൻ്റ് എടുക്കാം. സോ ഞാനത് പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവരൊരു പ്രീ ടെസ്റ്റ് തരും, അത് നമ്മൾ ചെയ്ത് നോക്കണം. യൂഷ്വലി എല്ലായിടത്തും പ്രീ ടെസ്റ്റ് നമ്മൾ ചെയ്തിട്ട് വേണം ചെല്ലാൻ, അല്ലെങ്കിൽ അവർ നമ്മളെ കോഴ്സ് അറ്റൻഡ് ചെയ്യിപ്പിക്കത്തില്ല. കോഴ്സ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ക്ലാസ് ചെല്ലുമ്പോഴേക്കും നമുക്കൊരു ക്ലാസ് അവരെടുക്കും. അത് കഴിഞ്ഞിട്ട് ഈ ടെസ്റ്റ് ഇടും. ഓക്കെ, അതിൻ്റെ അകത്ത് റിട്ടേൺ ടെസ്റ്റും ഉണ്ട്. അതുപോലെ തന്നെ മാനിക്കിനിൽ നമ്മൾ CPRും വെന്റിലേഷനും ഒക്കെ ചെയ്ത് കൊടുക്കുന്ന ഒരു ടെസ്റ്റും ഉണ്ട്. ഓക്കെ, സോ ഈ ഒരു ചെറിയ രീതിയിലുള്ള ഒരു ACLS ഇതിന് എന്താണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ? ഈ പേപ്പറിലുള്ള കാര്യങ്ങളാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുമ്പോൾ നിങ്ങൾ ഇങ്ങനെ എന്താ പറയുക, ECG ഒക്കെ ഫുൾ അരച്ച് കലക്കി പഠിച്ച് തന്നെ എഴുതണം എന്നല്ല. നിങ്ങൾക്ക് അത്യാവശ്യം ACLS പാസ്സാണെങ്കിൽ വേണ്ട കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറയുന്നത്. ഞാനിപ്പം പറയുന്ന ഒരു 20 ECGs ഉണ്ട്. അത് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പഠിച്ചിരിക്കണം. ഇതിപ്പോൾ എനിക്കറിയാം നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കുമല്ലോ ഈ വീഡിയോ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ആ റിതംസ് പേര് പറയാം. അതുപോലെ ഞാനിവിടെ സ്ക്രീനിലും കൊടുക്കാം. ഇത്രയും അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇത്രയും ECG കണ്ടാൽ നിങ്ങൾക്ക് ഇതാണെന്ന് മനസ്സിലാക്കാൻ പറ്റണം. ഓക്കെ, ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ECGs ഇതൊക്കെയാണ്. വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ VF, നോർമൽ സൈനസ് റിതം, സൈനസ് ബ്രാഡിക്കാർഡിയ, സുപ്രാവെൻട്രിക്കുലർ ടക്കിക്കാർഡിയ SVT, പിന്നെ ബ്ലോക്സ് അതിൻ്റെ അകത്ത് 2nd degree AV ബ്ലോക്ക് MOBIX 1 and 2, പിന്നെ 3rd degree AV ബ്ലോക്ക്, പിന്നെ VF വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ, സൈനസ് ബ്രാഡി, ഏട്രിയൽ ഫ്ലട്ടർ, പിന്നെ VTയിൽ 2 ഉണ്ട്. മോണോമോർഫിക് VT ഉണ്ട്, പോളിമോർഫിക് VT ഉണ്ട്. പിന്നെ പൾസ്ലെസ് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി PEA, പിന്നെ സൈനസ് ടക്കിക്കാർഡിയ, പിന്നെ എസിസ്റ്റോ, ചിലർ എസിസ്റ്റോളി എന്ന് പറയും. അതെനിക്ക് ഏതാ കറക്റ്റ് എന്ന് അറിയാൻ പാടില്ല കേട്ടോ. പിന്നെ ഏട്രിയൽ ഫിബ്രിലേഷൻ, അത് ഞാൻ ഓർഡറിലല്ല പറഞ്ഞിരിക്കുന്നത്, ഇവരെനിക്ക് തന്നിരിക്കുന്ന ആ ഒരു ഇതിലാണ് പറഞ്ഞത്. ഞാൻ എനിവേ ഇവിടെ കൊടുക്കുന്നുണ്ട്, അപ്പം നിങ്ങൾക്ക് ഒന്നുകൂടെ നോക്കാം. ഇത്ര സംഭവം ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പഠിക്കുക. ഓക്കെ, അരച്ച് കലക്കി പഠിക്കുന്നവർക്ക് പഠിക്കാം കേട്ടോ. ഞാൻ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടല്ല ഈ വീഡിയോ ചെയ്യുന്ന, ഒരു ബേസിക് ആയിട്ട് നിങ്ങൾക്കൊരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതൊരു റിതം ഐഡൻറ്റിഫിക്കേഷൻ ഒരു സെക്ഷൻ, പിന്നെ ഫാർമക്കോളജി ഒരു സെക്ഷൻ, പിന്നെ പ്രാക്ടിക്കൽ ഒരു സെക്ഷൻ. ഫാർമക്കോളജിയുടെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സിനാരിയോ തരും. ഇപ്പം ഇങ്ങനെ ഈ പേഷ്യൻ്റ് ഇങ്ങനെയായിട്ട് വന്നു, ഇത്ര ഹാർട്ട് റേറ്റ് ആണ്, ഇങ്ങനെയാണ്. അപ്പം ഈ ഏത് മെഡിക്കേഷനാണ് നമ്മൾ കൊടുക്കേണ്ടത്? റിതമിൽ ഈ ഒരു ECG ആണ് കാണിക്കുന്നത്. അപ്പോൾ ഏത് മെഡിക്കേഷൻ കൊടുക്കണം, അല്ലെങ്കിൽ ഈ മെഡിക്കേഷൻ കൊടുത്തു കഴിഞ്ഞു, 2nd ഡോസ് ഏതാണ് അഡ്മിനിസ്റ്റർ ചെയ്യേണ്ടത്, അങ്ങനത്തെ
അങ്ങനത്തെ സിനാരിയോ ആയിരിക്കും മൊത്തം കൊടുക്കുന്നത്. അപ്പം എനിക്ക് ഇവർ ഇന്നലെ ചെയ്തതിനകത്ത് അവർ അതുപോലത്തെ ഒരു 20 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നു. റിതം ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു 20 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നു. ഇനി തേർഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ. അതിൻ്റെ ക്വസ്റ്റ്യൻ ഞാൻ കാണിക്കാവേ. ഇപ്പം ഇങ്ങനെ കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ അറിയത്തില്ല, എന്നാലും ഞാൻ പറയാം. ഇതും ഒരു സിനാരിയോ തന്നെയാണ് തരുന്നത്. ഒരാൾ വരുന്നു, ഒരാൾക്ക് ഇങ്ങനെ കംപ്ലൈൻ്റ് ആണ്, അവരുടെ ഹാർട്ട് റേറ്റ് ഇത്രയാണ്, അതാണ് ഇതാണ്, വെന്റിലേഷൻ എല്ലാം പറഞ്ഞിട്ട് ഈ റിതം കൂടെ കാണിക്കും. അപ്പം നമ്മൾ സിനാരിയോ വെച്ചിട്ട് നമ്മുടെ എക്സാം ടൈമിൽ അവർ എന്ത് ചെയ്യും, ഈ മോണിറ്ററിൽ ഈ റിതം കാണിക്കും. എന്നിട്ട് എങ്ങനെയാണ് പേഷ്യൻ്റ് വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കും. 3 സെക്ഷനാണ് ഉള്ളത്. അപ്പം നിങ്ങൾ ACLS കുറിച്ച് മൊത്തത്തിലൊരു ഫുൾ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഈ പറഞ്ഞ ECGs എല്ലാം ഒന്ന് കണ്ടാൽ ഏതാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുക. ബേസിക് ആയിട്ടുള്ള ഫാർമക്കോളജി, ഈ ഒരു റിതം ഒക്കെ വന്നു കഴിയുമ്പോൾ ഏതാണ് മെഡിക്കേഷൻ കൊടുക്കേണ്ടതെന്ന് ഒന്ന് അറിഞ്ഞിരിക്കുക. ഫാർമക്കോളജിയിൽ അത്രയാണ് അറിയേണ്ടത്. പിന്നെ ഈ സിനാരിയോസ്, അത് ഈ ഒരു റിതമിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നെക്സ്റ്റ്, അങ്ങനെ അറിഞ്ഞിരിക്കുക. ഓക്കെ. അപ്പോൾ ഈ കോഴ്സസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവരിങ്ങനെ സ്റ്റഡി മെറ്റീരിയൽ തരുന്ന കാരണം ഇവർ തന്നിരിക്കുന്ന മെറ്റീരിയൽ അവർ ഫുൾ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ എനിക്ക് ഇന്നലെ അതുപോലെ തന്നെ വേറൊരു പേപ്പറിൽ ഇവരിതുപോലെ ഇത്രയും എല്ലാ ECGയും ഒക്കെ ഇങ്ങനെ പ്രിൻ്റ് ഔട്ട് തന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പുള്ളിക്കാരി ഇൻസ്ട്രക്ടർ ഇത് മൊത്തം എക്സ്പ്ലെയിൻ ചെയ്തു. എങ്ങനെയുള്ള ഇത് ECG ആണ്. പിന്നെ പുള്ളിക്കാരൻ തന്നെ ഓരോ സിനാരിയോസ് പറഞ്ഞു, അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പിന്നെ ആയിരുന്നു ടെസ്റ്റ്. ഓക്കെ, ഇത്ര ആയിരുന്നു ഒരു ACLSൻ്റെ ആ ഒരു സംഭവം. നിങ്ങൾ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ്സിന് പോകാൻ, ഞാൻ പറയുന്നത് ഇതൊരു ചെറിയ കോഴ്സായിരുന്നു. എൻ്റെ ഇതൊരു 4 hour കോഴ്സ് അവർ ഓൾറെഡി പറഞ്ഞു തരുന്നത്. അപ്പം അത്രയും ചെറിയതിൽ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലായി നിങ്ങൾക്ക് NCLEX പാസ്സാവാം. ഓക്കെ, സോറി, NCLEX അല്ല, ACLS പാസ്സാവാം. NCLEX എപ്പോഴും എൻ്റെ തലയിലുണ്ട് കേട്ടോ. BLS കൂടെ വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ പറയാം. കാരണം BLS ആണെങ്കിൽ നിങ്ങൾ എൻ്റെ ഹോസ്പിറ്റലൊക്കെ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് മാനിക്കിനുണ്ട്, അതിൽ ബേബി ഉണ്ട്, അഡൾട്ട്സ് ഉണ്ട്. 2 പേർക്കും CPR ആൻഡ് വെന്റിലേഷൻ കൊടുക്കുക. പിന്നെ ഒരു ടെസ്റ്റ് അതിൽ തന്നെ കാണാം. BLS സിമ്പിളാണ്. ACLS ആകുമ്പോൾ കുറച്ചും കൂടെ ഈ ECGയും കുറച്ച് ഡ്രഗും കാര്യങ്ങളെല്ലാം ഇൻവോൾവ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളുള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കും. ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ഇനി ഞാൻ എല്ലാം നഴ്സസ് റിലേറ്റഡ് വീഡിയോസ് ഇപ്പോൾ ഇടുന്ന കാരണം ഇതൊരു നഴ്സസിന് അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ്. ഇവിടെയൊക്കെ എല്ലാ ഹോസ്പിറ്റലും സർജറി സെൻ്ററിലൊക്കെ ACLSും BLSും ഒക്കെ മാൻഡേറ്ററി ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞിരിക്കട്ടെ എന്ന് വിചാരിച്ചു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതുകൊണ്ട് നഴ്സിംഗ് റിലേറ്റഡ് ആയതുകൊണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ എനിക്കറിയാം നിങ്ങൾ കമൻറ്റ് ചെയ്തുകൊണ്ട് ഏത് ടൈപ്പ് വീഡിയോസ് ഇടണം എന്ന്. അത് ഞാൻ എന്തായാലും കണക്കിലെടുത്താണ് അടുത്തടുത്ത വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നത്. സോ കീപ് കമൻറ്റിങ് ആൻഡ് കീപ് ഷെയറിങ് ആൻഡ് കീപ് ലൈക്കിങ് ആൻഡ് കീപ് സപ്പോർട്ടിങ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.